ഹലോ ഗൈസ്, മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ അതിലെ വിന്നർ ആവണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസൊക്കെ ആവശ്യമാണ് അല്ലേ. അത്യാവശ്യം ക്വാളിറ്റീസും അത്യാവശ്യം നല്ല ഗെയിമറും അത്യാവശ്യം ഹ്യൂമാനിറ്റിയും അത്യാവശ്യം സത്യസന്ധതയും അത്യാവശ്യം വിശ്വസ്തതയും ഒക്കെയുള്ള ഒരാളിനെയാണ് നമ്മൾ ഒരു വിന്നറായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റികളും ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട്, എല്ലാവർക്കും തോന്നണമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് തോന്നിയത് കൊണ്ട് ഈ 97ാമത്തെ ദിവസവും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട്. കാരണം ഒരു ബി മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആദ്യം മുതൽ തന്നെ ഒരു പുതിയ മനുഷ്യനായിട്ട്, ഒരു പുതിയ ആളാണ് അയാൾ. ഫെമിലിയറല്ല, ആർക്കും പരിചിതമല്ലാത്ത ഒരു മനുഷ്യനായി അകത്തേക്ക് കയറി വന്ന ആദ്യ ദിവസം തന്നെ ഇയാൾ ആരാണ് എന്ന് നമ്മളെക്കൊണ്ട് ചോദിപ്പിച്ച് അയാളെ ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു അവസരം ഇത്ര വലിയ സെലിബ്രിറ്റി ആൾക്കാരുടെ ഇടയിൽ ഇയാൾ ആരും ആണല്ലോ, ഇയാൾ ആര് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ അത് അയാളുടെ ഗെയിമാണ്. അയാളൊരു റിയൽ ഗെയിമർ ആയതുകൊണ്ടാണ്. ജനങ്ങളെ എങ്ങനെ അയാളെ നോക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ അയാളെ എങ്ങനെ ശ്രദ്ധിക്കണം, അതും ഫസ്റ്റ് വീക്കിൽ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ശ്രദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അയാളാണ് ബി മെറ്റീരിയൽ. അയാളാണ് ബിയിൽ ഒരു കളിക്കാൻ അവകാശമുള്ള, അല്ല അർഹതയുള്ള ഒരു മനുഷ്യൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അയാളുടെ പല പല ഫേസുകളാണ് കാണുന്നത്. നിലപാടുകളാണെങ്കിൽ നിലപാടുകൾ പറയേണ്ടടുത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുകൾ പറഞ്ഞ ആളാണ് അല്ലേ. നമുക്ക് ഈ ബിഗ് ബോസ് ജേർണി നമുക്ക് എടുത്തു നോക്കിയാൽ നിലപാടുകളുടെ കാര്യത്തിൽ യാതൊരു അണ്ണുകിട താൻ എന്താണോ പറയുന്നത് ആ നിലപാടിൽ നിന്ന് 1% പോലും മാറ്റമില്ല. പിന്നീട് അതിനുശേഷം പുള്ളി ഒരു ഗ്രൂപ്പിൽ പോലും പെട്ട ഒരാളല്ല. ഒരു ഗ്രൂപ്പിൽ പോലും ഒരു ബീൻസ് ബാഗിൽ പോലും പോയി കിടന്നിട്ട് ആസൂത്രണം ചെയ്യുക, ഗൂഢാലോചന പോലെ ആസൂത്രണം ചെയ്യുക, പദ്ധതികൾ പ്ലാൻ ചെയ്യുക, ഇങ്ങനെയുള്ളൊരു സംഭവമില്ല. ഒരു നോമിനേഷനല്ല, എന്ത് തന്നെ വന്നാലും, അത് എവിക്ഷൻ നോമിനേഷനായാലും ജയിൽ നോമിനേഷനായാലും ഒരാൾക്ക് പോലും അയാളെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. ഒരാളുടെയും ഇൻഫ്ലുവൻസിൽ വീഴാത്ത ഒരു മനുഷ്യൻ. പക്ഷേ ഹ്യൂമാനിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെന്ത് പ്രശ്നം വന്നാലും, ആരുടെ കണ്ണ് നിറഞ്ഞാലും, ആരുടെ മനസ്സൊന്ന് ഇടറിയാലും അയാളത് മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി ആരുമില്ലാതെ അവരൊറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് അവരോട് പോയി സമാധാനിപ്പിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. അതുപോലെ തന്നെ എത്ര വലിയ ഫൈറ്റ് ഉണ്ടായാലും ഒരു പേടിയുമില്ലാതെ അതിൻ്റെ ഇടയ്ക്ക് കയറുവാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. വഴക്കിടുമ്പോൾ കയറുമ്പോൾ നീ പോടാ, നീ ആരാണെന്ന് ചോദിച്ചാൽ എത്രയോ പ്രാവശ്യം അയാളെ പിടിച്ച് തള്ളുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അയാൾക്ക് ഫിസിക്കൽ അസോൾട്ട് നേരിട്ട്. ആരോട് ഒരു പരാതിയില്ല, പരിഭവമില്ല. ഈ റിയാലിറ്റി ഷോയിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അല്ലാതെയോ ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്താതെ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരേ ഒരു മനുഷ്യൻ. നമ്മൾ ഇന്നലത്തെ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. അമ്മയും സഹോദരനും വന്നപ്പം ആ ടാസ്ക് റൂമിൽ ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്ന് വിഷമം കരഞ്ഞതല്ലാതെ ഇവിടെ നടന്ന ടോർച്ചറിൻ്റെ ഭാഗമായിട്ടോ എന്ന് പറഞ്ഞാൽ ഫുൾ അറ്റാക്കായിരുന്നു. ഒരു കണ്ണുനീര് പോലും, ഒരു തുള്ളി കണ്ണുനീര് പോലും നമ്മുടെ മുന്നിൽ പൊഴിച്ചില്ല. അയാൾ ബാത്റൂമിൽ പലതവണയും പോയിട്ടുണ്ട്. അനുമോളുടെ കാര്യത്തിനും അയാൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ പോയത് നേരെ ബാത്റൂമിലേക്കാണ്. അപ്പോൾ ക്യാമറ ഫോക്കസിന് വേണ്ടിയിട്ട് കണ്ണുനീര് വീഴ്ത്തിയില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ് ഒരു മനുഷ്യൻ്റെ. കരയാൻ പാടില്ല എന്നല്ല, കരയണം നമ്മൾക്ക് ഇമോഷൻസ് വന്നാൽ. പക്ഷേ ഇത് ക്യാമറയുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിലേക്ക് താനങ്ങനെ ഒരു ഭീരുവല്ല, താൻ സ്ട്രോങ് ആയ ഒരു മനുഷ്യനാണ് എന്ന് കാണിച്ചു തരുമായിരുന്നു. കരയുന്ന ഭീരുത്വമാണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ അതൊക്കെ ഉള്ളിൽ തൻ്റെ പേഴ്സണൽ കാര്യമാണ് തൻ്റെ കരച്ചിൽ. അതുപോലെ തന്നെ ആർക്ക് എന്ത് കാര്യവും വിശ്വസ്തമായിട്ട് പറയാം. ഒരാളിനോട് പോലും മൂന്നാമതൊരാളിനോട് അതറിയിക്കില്ല. കാരണം തൻ്റെ അടുത്ത് പറയുന്ന പ്രശ്നങ്ങൾ താൻ തന്നെ അതിനെ പരിഹരിക്കണമെന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളോട് പറയും. അത് കണക്ക് ആരുടെയെങ്കിലും വീക്ക് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഗെയിം ആക്കണമെന്ന് ചിന്തിക്കുന്നവരായിരുന്നു ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റും. ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് അവരുടെ ദുഃഖ സമയത്തോ അവർക്ക് ദേഷ്യം വരുന്ന സമയത്തോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ വെച്ചിട്ട് വീണ്ടും ആഴ്ചകളോളമാണ് മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ ഗെയിമാക്കി മാറ്റുന്നത്. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ എന്ത് പറഞ്ഞാലും ആ സ്പോട്ടിൽ അത് കളഞ്ഞു, പറയേണ്ട കാര്യങ്ങൾ അപ്പോഴേ പറഞ്ഞു കളഞ്ഞു. അങ്ങനെ ഗെയിമിൻ്റെ സ്പിരിറ്റിൽ മാത്രം എടുക്കുന്ന പച്ചയായ ഒരു മനുഷ്യൻ. നമ്മൾ ഒരാളിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ക്വാളിറ്റീസാണ് ഇതൊക്കെ.
സ്ത്രീകളോട് വളരെ ബഹുമാനത്തോടാണ് അയാൾ പെരുമാറിയത്. ആദ്യം വന്ന സമയത്ത് അയാളൊരു സ്ത്രീ വിരോധി എന്നുള്ളൊരു ടാഗായിരുന്നു അയാൾക്കുണ്ടായത്, അല്ലേ? ടാഗ് ലൈൻ അയാൾക്കുള്ളത് സ്ത്രീ വിരോധി. പ്രത്യേകിച്ചും വൈൽഡ് കാർഡ്സ് വന്നപ്പോഴത്തേക്ക് അയാൾ ഡിവോഴ്സ് ചെയ്യാന്നുള്ളത് ഒരു വലിയ, അയാൾ ഡിവോഴ്സ് ചെയ്യായതുകൊണ്ട് അയാൾ അതിന് വലിയ അപരാധം ചെയ്തു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് നോക്കുകയും അതുപോലെ തന്നെ വളരെ മാന്യമായിട്ട് ഇടപെടുകയും ചെയ്ത ഒരു വ്യക്തി. ആർക്ക് എന്തെങ്കിലും ഈ പീരീഡ്സൊക്കെ സമയത്ത് മെൻസസ് ടൈമിലൊക്കെ ഓരോരുത്തരും വയറുവേദന എടുത്ത് കിടക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കിടന്നോ വയ്യായോ, സുഖം, ഇന്നലെ ഉറങ്ങിയായിരുന്നോ, ടെൻഷനൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ആരെന്ത് വിഷമം കരഞ്ഞിട്ട് കിടന്നാലും അവർ കരഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കരയൂ, നമ്മൾ തന്നെ ഇന്നലത്തെ ആ ഒരു ഇത് കണ്ടു, പുള്ളിയുടെ ആ ഒരു ഡയലോഗാണ് അവിടെ വന്നേക്കുന്നത്. കുറച്ച് കരയുമ്പോൾ നമ്മൾ ഹീലാവും. അത് സ്വന്തം ജീവിതത്തിൽ നിന്ന് പ്രാവർത്തികമാക്കിയതായിരിക്കാം. ഒരുപാട് കരഞ്ഞിട്ടുള്ള മനുഷ്യനായിരിക്കാം. ഒരു ഡിവോഴ്സ് ചെയ്യാമെന്നും പറഞ്ഞ് എല്ലാം പുരുഷന്മാരുടെ തെറ്റാന്ന് വിചാരിക്കരുതേ. ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന സ്ത്രീകൾ ഇന്ന് ഡിവോഴ്സ് ചെയ്യുകളായിട്ടുണ്ട്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഭാഗത്തുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, തെറ്റുകളെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്കാണത്. അവർ തമ്മിലുള്ള മനസ്സിലാക്കലിൻ്റെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ് അവിടെ ഉണ്ടാകുന്നത്, മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതാണ് പല പല കുടുംബജീവിതത്തിൻ്റെയും പ്രശ്നങ്ങൾ. അത് അവരുടെ ആ ജീവിതം കഴിഞ്ഞു. അവർ തമ്മിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം ചെളി വാരി എറിയാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ ബിഗ് ബോസ് ഷോയിൽ ഇരുന്നിട്ട് ഒരു വാക്ക് പോലും, അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് ഇപ്പോഴുമുണ്ട്, ഞാനൊരു ഡിവോഴ്സിയാണ്, പക്ഷേ ആ മറുഭാഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിച്ചു കൊണ്ടാണ് ഞാൻ ഒരു ഡിവോഴ്സ് ചെയ്യാന്ന് പറയുന്നത്. മറുഭാഗത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയായിരുന്ന വ്യക്തിയെ ബഹുമാനിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഒരു വാക്കുപോലും അയാളുടെ ജീവിതത്തിലുള്ള ദുഃഖമോ വിഷമോ നമുക്ക് വേണമെങ്കിൽ അയാൾക്കിരുന്ന് പറയാമായിരുന്നു. നമ്മളതെല്ലാം അങ്ങ് കൊട്ടിഘോഷിച്ച് നമ്മളിവിടെ ആഘോഷിച്ചേനെ, അല്ലേ? സോ അതാണ് വ്യക്തിത്വം, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വമാണ്. കരുണ, ഹ്യൂമാനിറ്റി, അതോണക്ക് വിശ്വസ്തത, പവർഫുൾനെസ്, പൊളൈറ്റ്നെസ്, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒരാൾ പിണങ്ങുമ്പോഴല്ലേ പിന്നെ അതിനേക്കാട്ടി പ്രധാനമായിട്ട് ബന്ധത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന മനുഷ്യനാണ് അയാൾ. ആദ്യം വന്നപ്പോൾ പറഞ്ഞു ഒരു കൈ അകലത്തിൽ നിർത്തണം, ഞാൻ എല്ലാവരെയും ഒരു കൈ അകലത്തിൽ നിർത്തും, എൻ്റെ വീട്ടിലോട്ട് ആരും വരണ്ട, എനിക്കിഷ്ടമല്ല, നിങ്ങളോടൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പും കൂടാൻ എന്നെ ആഗ്രഹിക്കുന്നില്ല, ഞാനിവിടെ വന്നിട്ട് 100 ദിവസം കഴിയുമ്പോൾ അല്ല എത്ര ദിവസം എന്നെ ഇറക്കി വിടുമ്പോൾ ഞാൻ പോകും. എന്തുകൊണ്ടാണത് പറഞ്ഞത്? അദ്ദേഹം ഒരു ബന്ധത്തിന് വാല്യൂ കൽപ്പിക്കുന്നു. ഇവിടെ ഉള്ളവരെല്ലാം ഗെയിമേഴ്സാണ്. പറയും ഇവിടെ ഉള്ളവരെല്ലാം അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് സംശയമാണ്. കറക്റ്റാണ്, അവിടെ എല്ലാവരും അഭിനയിക്കുകയാണ്. ഇപ്പോൾ അനീഷേട്ടൻ്റെ കൂടെ മത്സരിക്കുന്ന അനുമോള് തീർത്തും എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? അഭിനയമാണോ? അവരുടെ യഥാർത്ഥ സ്വഭാവം ഇതായിരിക്കാം. അവരിങ്ങനെ ആൾക്കാരെയൊക്കെ കോംബോയിലും ലവ് ട്രാക്കിലും ഒക്കെ പെടുത്തി അവരുടെ ക്യൂട്ട്നെസ്, അവരുടെ പിന്നെ ഈ ചിരിയും എല്ലാം കൂടി വരുമ്പോൾ ആണുങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാണുന്ന ആൾക്കാർക്ക്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവരൊരു പാവം എന്നുള്ളൊരു ഇമേജ് കിട്ടും. പിന്നെ ഫേക്കായിട്ടുള്ള ഡ്രസ്സിങ് രീതി, ഫേക്ക് പിന്നെ സൂര്യ നമസ്കാരം, രാവിലെ 12 മണിക്ക് പോയിട്ട് സൂര്യനെ നോക്കുന്ന, അതാണ് സൂര്യ നമസ്കാരം. ഇതൊക്കെ കുടുംബ പ്രേക്ഷകർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോയാണ്, ഞാനിവിടെ അഭിനയിക്കണം, എനിക്ക് 72 ക്യാമറ ഉണ്ട്. പിന്നെ ബിഗ് ബോസ് തന്നെ പറഞ്ഞു അനിമോൾക്ക് ക്യാമറയുടെ ഷോട്ടൊക്കെ ഭയങ്കര അറിവാണല്ലോ എന്ന്. അപ്പോൾ പറയുന്നത് ഞാൻ 11 വർഷമായിട്ട് പിന്നെ ഇതിലല്ലേന്ന്. ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ ക്യാമറ അറിയാം. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 ദിവസം റിയാലിറ്റിയിൽ താമസിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണത്. ഷോയൊക്കെ തന്നെ, പക്ഷേ അതൊരു റിയാലിറ്റി എന്നുള്ളൊരു പേരതിനാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ റിയാലിറ്റിയിൽ പോകുമ്പോൾ ക്യാമറയെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാനും, ക്യാമറയെ ഫോക്കസ് ചെയ്ത് കരയാനും, ക്യാമറയെ ഫോക്കസ് ചെയ്ത് ഓരോന്ന് ക്യൂട്ട്നെസ് വാരി വിതറും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫേക്കാണ്. അത് കാണുന്ന പ്രേക്ഷകരായ നമുക്ക് കണ്ണിൽ കുരുവൊന്നുമില്ല, നമുക്കത് മനസ്സിലാകും. അയാൾ എന്തൊരു സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുന്ന, മറ്റുള്ളവർ പറയുന്ന അയാൾ സ്ട്രാറ്റജി പിടിച്ചാലും അത് നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞു. കാരണം അയാൾ കാണിച്ചതൊക്കെ ജനങ്ങൾക്ക് കറക്റ്റായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് 1% നെഗറ്റീവോ കള്ളമോ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഞാനാണെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾ നോക്കുന്നത്. കാരണം ഞാൻ സൈക്കോളജി പഠിച്ച ഒരാളും കൂടിയാണ്. ബാംഗ്ലൂർ നിമ്മാൻസ് ഹോസ്പിറ്റൽ അവിടെ സൈക്കോളജിയൊക്കെ പഠിച്ച ഒരാൾ എന്നുള്ളതിൻ്റെ അവിടെ ആ ഒരു സൈക്കോളജി കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് കുറേ ആൾക്കാരെ ഇങ്ങനെ ഡിപ്രഷനുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ ഇതേ കണക്കുള്ള ബിഹേവിയറുള്ള ആൾക്കാരൊക്കെ പല തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യണം. അപ്പോൾ അവരെ കൂടെ വരുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അവസരം നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന മാത്രമല്ല, ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ കൺസൾട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനുമുള്ള അവസരമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഞാൻ
ഞാൻ അദ്ദേഹത്തിനെ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം വളരെ മാന്യമായിട്ട് എല്ലാവരോടും ഇടപെടുന്ന, വളരെ മാന്യമായിട്ട് പിന്നെ ഗെയിം കളിക്കുന്ന, ഒരാളോട് കൂടി പേഴ്സണൽ ഗ്രഡ്ജ് സൂക്ഷിക്കാത്ത, എന്താ പറയുക, വളരെ വ്യക്തിത്വമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അതുപോലെ തന്നെ വളരെ റിയലായിട്ടാണ് ഗെയിം കളിച്ചത്, വളരെ ജെനുവിനായിട്ടാണ്. ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വ്യക്തി നിൽക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിച്ച് കാണിക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. ഹെൽപ്പിംഗ് മൈൻഡാണെങ്കിൽ എല്ലാത്തിനും, എല്ലാ ഡ്യൂട്ടിയിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഓടി വന്ന് ഹെൽപ്പ് ചെയ്യുന്ന കാണാം. കിച്ചൺ ഡ്യൂട്ടിയിലൊക്കെ അദ്ദേഹം ഫ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ കിച്ചണിൽ സഹായിക്കാൻ ഓടിപ്പോകുന്നതാണ്. പാത്രങ്ങൾ കഴുകണമെങ്കിൽ ഓടിപ്പോകുന്നതാണ്. ആരോടും ഒരു പരാതിയില്ല എന്നുള്ളതാണ്. ബിഗ് ബോസിനോട് പറഞ്ഞു PR ഉണ്ട് എന്ന് ആദില തന്നെ പറഞ്ഞ ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിട്ട് ബിഗ് ബോസിനോട് തന്നെ അദ്ദേഹം വെല്ലുവിളിച്ചു. എനിക്ക് PR ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ ബിഗ് ബോസ്, എൻ്റെ നെൽപ്പാടം വിറ്റ് PRന് കൊടുത്തു എന്ന് പറയുന്നു. എൻ്റെ PR ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ തയ്യാറാണ്. അതാണ് നട്ടല്. അതായിരിക്കണം. അല്ലാണ്ട് 24 മണിക്കൂർ ഞാൻ PRന് കൊടുത്തിട്ടാണ് വന്നത്, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാനിങ്ങനെ ക്യൂട്ട്നസ് വാരി എറിഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് വോട്ട് കിട്ടും. ഇന്നലെ നൂറാക്ക് ആദിലയ്ക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യാതെ ആദിലയ്ക്ക് എഴുതി കൊടുത്തു എന്ന് PRൻ്റെ നമ്പർ, പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറയ്ക്ക് വോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ, കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ. ഇത് എന്തായാലും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അവർ തീരുമാനിക്കട്ടെ, പ്രേക്ഷകരുടെ വോട്ടിനാണ് വില അതോ PR ടീംസ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന വോട്ടിനാണ് വിലയെന്ന് അവരിനി ബിഗ് ബോസ് തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും മനീഷ് കപ്പുയർത്തുക തന്നെ ചെയ്യും. കാരണം അത് ബിഗ് ബോസ് ഷോയുടെ തന്നെ ഏറ്റവും വലിയ ചാലഞ്ചായിരിക്കും, ഉറപ്പാണ്. കാരണം അത്രമാത്രം വോട്ട് അദ്ദേഹത്തിനുണ്ട്. ഇവർ പറയുന്ന ഈ അൺഒഫീഷ്യൽ ആയിട്ടുള്ള പോളിംഗ് ഒക്കെ പറയുന്നത് ഈ ഒരു PR ടീമാണ് കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇത് അനുമോളുടെ PR ടീം ഇറക്കുന്ന നാടക കളികൾ മാത്രമാണ്. അനുമോളുടെ നാടകത്തിൻ്റെ വേറൊരു വേർഷനാണെന്ന് വിചാരിച്ചാൽ മതി. അനുമോൾ നാടകത്തിൻ്റെ വേറൊരു വേർഷനാണ് പുറത്തുള്ള PRും കുറേ യൂട്യൂബേഴ്സും കാണിക്കുന്ന പോളുകൾ. അതിലൊന്നും വിശ്വസിക്കേണ്ട. അനീഷേട്ടൻ തന്നെയാണ് ഒന്നാമതായിട്ട് നല്ല വോട്ടിലോട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാൻ കഴിയുന്നത്. നമ്മൾ ഒക്കെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പോൾ ചെയ്യുന്നുണ്ട്. ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വോട്ട് ചെയ്യണം, അല്ലാണ്ട് യൂട്യൂബ് പോളല്ല. അതിലൊക്കെ നല്ല പോളിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം voting.com എന്ന് പറയുന്നൊരു സൈറ്റാണ്. ഇപ്പം ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മളത് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിനകത്തൊക്കെ നല്ല പോളിംഗാണ്. ഇന്നലെയൊക്കെ വന്നതൊക്കെ വളരെ നല്ല പോളിംഗാണ്. അത് ഹോട്ട്സ്റ്റാർ പോലെ ഒരു ഡിവൈസിൽ നിന്ന് ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഹോട്ട്സ്റ്റാർ കണക്ട് ചെയ്തവരായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടി നല്ല കൃത്യതയുണ്ട്. അപ്പോൾ ഈ ഒരു യൂട്യൂബിൽ കാണിക്കുന്ന അൺഒഫീഷ്യൽ പോളിംഗ് എന്ന് പറയുന്നത് എല്ലാം കള്ളത്തരമാണ്. അതൊന്നും നിങ്ങൾ വിശ്വസിച്ച് ടെൻഷൻ ആവണ്ട. അനീഷേട്ടൻ തന്നെയാണ് ഒന്നാമത്. അപ്പോൾ എന്തായാലും എല്ലാവരും വോട്ട് ചെയ്യാനുള്ളവരെല്ലാം പോയിട്ട് വോട്ട് കറക്റ്റായിട്ട് ചെയ്യണം. ഹോട്ട്സ്റ്റാറിലെ ലൈവിൽ പോയിട്ടാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ജെനുവിനായിട്ട് പ്രേക്ഷക പിന്തുണയോടെ നിൽക്കുന്ന ആൾ തന്നെ ജയിച്ചു പോകണം, അയാൾ തന്നെ കപ്പുയർത്തണം. അപ്പോൾ ഓക്കെ. അല്ലാണ്ട് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും വന്ന് കുറേ കൂട്ട്നസും വാരി എറിഞ്ഞ് 10-15 ലക്ഷം രൂപ പുറത്ത് കൊടുത്തിട്ട് കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ച് ജാതി പറഞ്ഞ് വോട്ട് വാങ്ങിക്കുന്നു. ഒരു വശത്തൂടെ ജാതി ഇന്ന സമുദായത്തിൽപ്പെട്ട ആൾക്ക് വോട്ട് കൊടുക്കണമെന്ന്, ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്ക് വോട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് ഫ്ലെക്സ് ബോർഡുകൾ അത് കണക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. നാണമില്ലേ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഷെയിം. എൻ്റെ ദൈവമേ, വോട്ട് എ പിറ്റി. ഇനി പിന്നെ എന്താ പറയുക, നമ്മുടെ അനീഷേട്ടൻ പറഞ്ഞ കണക്ക് ഹോറിബിൾ എന്ന് പറഞ്ഞ കണക്ക് ഭയങ്കര ഇംഗ്ലീഷ് ആയിപ്പോയി. അത് തന്നെ എന്താ ഏഷ്യാനെറ്റുകാർക്ക് ട്രോളാൻ പറ്റിയ ഒരു ഡയലോഗായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പനി ഉണ്ടായതുകൊണ്ട് അതിനെ തൊണ്ടയൊക്കെ വേറെ എന്തോ ഒരു സൗണ്ടൊക്കെ ആയിട്ടാണ് എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.